നമസ്കാരം. ഞരമ്പ് മുറിക്കുമെന്ന് ബ്ലാക്ക്മെയിൽ ചെയ്ത് വിവാഹം, പിന്നെ വെറും വീട്ടു ഭർത്താവ്, ബാങ്ക് അക്കൗണ്ട് പോലും സ്വന്തമായില്ല. ദുർമന്ത്രവാദം ചെയ്ത് രക്തം ഛർദ്ദിപ്പിച്ച് കൊല്ലിക്കാൻ ശ്രമിച്ചുവെന്ന ആരോപണം. വെള്ളിത്തിരയിലെ ജെയിൻ രവി ജീവിതത്തിൽ പരാജിതൻ. ന്യൂസ് ഇൻ ഡെപ്ത് ഇന്ന് പരിശോധിക്കുന്നു രവി മോഹന്റെ ജീവിതം. ഈ കൈകൾ നോക്കൂ, ഞാൻ എന്നെ തന്നെ ഉപദ്രവിച്ചു തുടങ്ങി. എൻ്റെ മക്കളെ കാണാൻ സമ്മതിക്കുന്നില്ല. ഇപ്പോൾ ഞാൻ വാടക വീട്ടിൽ താമസിക്കുന്നു. എൻ്റെ മുൻ ഭാര്യയും കുടുംബവും നല്ല സുഖമായി ജീവിക്കുന്നു. ഞാൻ കോടിക്കണക്കിന് രൂപ മുടക്കി പണിത വീട്ടിൽ അവർ സുഖമായി ഇരിക്കുന്നു. ഇതെന്തൊരു ലോകമാണ്. ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതിന് കൈത്തണ്ടയിലുള്ള പാടുകൾ കാട്ടി കഴിഞ്ഞ ദിവസം ഈ ലോകത്തോട് വിലപിച്ചത് തമിഴിലേറെ ആരാധകരുള്ള ഒരു നടനാണ്. പൊന്നിയിൻ സെൽവനായി വേഷമിട്ട് തമിഴ് മക്കളുടെ മനം കവർന്ന ജെയിം രവി എന്ന ജയമോഹൻ. ഗാർഹിക പീഡനത്തെ തുടർന്ന് വാർത്താ സമ്മേളനം വിളിച്ച് പൊട്ടിക്കരഞ്ഞതോടെ തമിഴ് സിനിമാ ലോകവും രണ്ടായിരിക്കുകയാണ്. നടന്മാരിൽ ഏറിയ പങ്കും ജെയിൻ രവിയെ അനുകൂലിക്കുമ്പോൾ നടി കുഷ്ബിനെ പോലുള്ളവർ രവിയുടെ ഭാര്യയുടെ ഭാഗത്താണ്. അതോടൊപ്പം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന പുരുഷ പീഡനത്തിന്റെ ഉദാഹരണമായും ഈ സംഭവം എടുത്തു കാണിക്കപ്പെട്ടു. മുഖ്യമന്ത്രി ജോസഫ് വിജയുടെ വിവാഹമോചന വിവാദങ്ങൾക്കും നടി തൃഷയുമായിട്ടുള്ള ബന്ധത്തിന് അല്പം അവധി കൊടുത്ത് ഇപ്പോൾ ജെയിൻ രവിയുടെ ഡിവോഴ്സിന് പിന്നാലെയാണ് തമിഴക സിനിമാ മാധ്യമങ്ങൾ. തമിഴ് ചലച്ചിത്ര ലോകത്ത് തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച നടനാണ് രവി മോഹൻ എന്ന ജെയിം രവി. നടനായും ആക്ഷൻ ഹീറോയായും തിളങ്ങിയ അദ്ദേഹം കഴിഞ്ഞ 2 പതിറ്റാണ്ടിലേറെയായി കോളിവുഡിലെ മുൻനിര നായകന്മാരിൽ ഒരാളാണ്. എന്നാൽ ക്യാമറയ്ക്ക് മുന്നിലെ തിളക്കത്തിനപ്പുറം വലിയ പ്രതിസന്ധികളും വ്യക്തിജീവിതത്തിലെ കനൽ വഴികളും നിറഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. ആദ്യ ഭാര്യ ആരതിയിൽ നിന്നും വിവാഹമോചനം നേടാനുള്ള ശ്രമത്തിനിടെ കോടികളാണ് അദ്ദേഹത്തിന് നഷ്ടമായത്. അതിനിടയിലാണ് സൈബർ ആക്രമണം താങ്ങാനാകാതെ സുഹൃത്തു കൂടിയായ ഗായിക കെനീഷ ഫ്രാൻസിസും നടനെ കൈവിടുന്നത്. രവി മോഹനുമായി ഇനി സൗഹൃദമില്ല എന്ന് കെനീഷ പോസ്റ്റ് ഇട്ടു. ഇതിന് മറുപടിയായി ആരതി പോസ്റ്റ് ഇടുകയും നടി കുഷ്ബു കമന്റ് ഇടുകയും ചെയ്തതോടെയാണ് രവി മോഹൻ കടുത്ത ഭാഷയിൽ പ്രതികരിച്ചുകൊണ്ട് വാർത്താ സമ്മേളനം നടത്തിയത്. ആരതിയുമായി നിയമപരമായി വിവാഹമോചനം നേടുന്നതുവരെ ഇനി സിനിമയിൽ അഭിനയിക്കില്ലെന്നും ചിത്രീകരണം പൂർത്തിയായ സിനിമകൾ പോലും റിലീസ് ചെയ്യില്ലെന്നും കണ്ണീരോടെ അദ്ദേഹം പ്രഖ്യാപിച്ചു. സിനിമയിൽ വലിയ വിജയങ്ങൾ കൊയ്യുമ്പോഴും വ്യക്തിജീവിതത്തിൽ ജെയിൻ രവി ഒരു പരാജയമാവുകയാണെന്നും അയാളുടെ കോടികളുടെ സ്വത്തുകൾ ഭാര്യ വീട്ടുകാർ അടിച്ചുമാറ്റിയെന്നതും ഞെട്ടലോടെയാണ് തമിഴ് സിനിമാ ലോകം കേട്ടത്. പ്രശസ്ത തമിഴ് ചലച്ചിത്ര എഡിറ്റർ മോഹന്റെ മകനായി ജനിച്ച രവി മോഹൻ സിനിമാ പശ്ചാത്തലമുള്ള കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. തൻ്റെ ജ്യേഷ്ഠനും പ്രശസ്ത സംവിധായകനുമായ മോഹൻ രാജയുടെ സംവിധാനത്തിൽ 2003 പുറത്തിറങ്ങിയ ജയം എന്ന ചിത്രത്തിലൂടെയാണ് നായകനായി അരങ്ങേറ്റം. ബോക്സ് ഓഫീസിൽ വലിയ വിജയം നേടിയ ഈ ചിത്രത്തിന്റെ വിജയത്തോടെയാണ് രവി മോഹൻ എന്ന പേരിനൊപ്പം ജയം എന്നുകൂടി ചേർക്കപ്പെടുന്നത്. തുടക്കത്തിൽ ചോക്ലേറ്റ് ഹീറോ ഇമേജിൽ തിളങ്ങിയ ജെയിം രവി പിന്നീട് വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളിലൂടെ തമിഴ് സിനിമയിലെ ഒഴിച്ചുകൂടാനാവാത്ത സാന്നിധ്യമായി മാറി. എം കുമരൻ സൺ ഓഫ് മഹാലക്ഷ്മി എന്ന ചിത്രത്തിന്റെ വൻ വിജയമാണ് രവിയെ കേരളത്തിലടക്കം പ്രശസ്തനാക്കിയത്. അമ്മ മകൻ ബന്ധവും ബോക്സിംഗും പശ്ചാത്തലമാക്കിയ ഈ ചിത്രം വലിയ സൂപ്പർ ഹിറ്റായിരുന്നു. 2008 ഇറങ്ങിയ സന്തോഷ് സുബ്രഹ്മണ്യം എന്ന ചിത്രവും അദ്ദേഹത്തെ കുടുംബ പ്രേക്ഷകരുടെ പ്രിയങ്കരനാക്കി. തൊട്ടടുത്ത വർഷം ഇറങ്ങിയ പേരാൻമയിലെ ഫോറസ്റ്റ് ഗാർഡിന്റെ വേഷം ജെയിൻ രവിയുടെ കരിയറിലെ മികച്ച പ്രകടനങ്ങളിൽ ഒന്നായി. 2003-2014 വരെയുള്ള കാലത്ത് രവി കുടുംബ പ്രേക്ഷകരുടെ സ്വന്തം മോനായിരുന്നു. അമ്മ മകൻ സെന്റിമെന്റ്സും ശുദ്ധ പ്രണയവും കൈകാര്യം ചെയ്ത അദ്ദേഹത്തിന്റെ സിനിമകൾ വീട്ടിലെല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കാണാവുന്നതായിരുന്നു. വയലൻസ് കുറഞ്ഞ മാന്യൻ ഇമേജ് രവിയെ അമ്മമാരുടെയും കുട്ടികളുടെയും പ്രിയപ്പെട്ടവനാക്കി. പക്ഷേ 2015 തനിയൊരുവനിലൂടെ കാര്യം മാറി. അരവിന്ദ് സ്വാമിക്കൊപ്പമുള്ള മൈൻഡ് ഗെയിമും സ്റ്റൈലിഷ് ആക്ഷനും രവിയെ ക്ലാസ് ആക്ഷൻ ഹീറോയാക്കി. മിത്രൻ IPS എന്ന രവിയുടെ കഥാപാത്രം ഇന്നും ചർച്ചയാവുന്നു. 20 കോടി മുതൽ മുടക്കിൽ 105 കോടി നേടിയ തനിയൊരുവൻ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സോളോ ഹിറ്റാണ്. പിന്നാലെ ബോഗൻ, മിറുതൻ, ടിക് 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 എന്നിവയും വിജയിച്ചു. 2018 കോമാളിയും 100 കോടി ക്ലബ്ബിൽ ഇടം നേടി. എല്ലാ താരങ്ങളെയും പോലെ രവിക്കും പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആദവൻ, അമീൻ, വനമകൻ എന്നിവ തിയേറ്ററിൽ പരാജയപ്പെട്ടു. പക്ഷേ കരിയറിലെ ഏറ്റവും വലിയ തിരിച്ചടി വന്നത് 2021 മുതലാണ്. ഭാര്യ മാതാവ് സുജാത വിജയകുമാറിന്റെ ഹോം മൂവി മേക്കേഴ്സ് ബാനറിൽ ചെയ്ത ചിത്രങ്ങൾ പരാജയമായി. 2021 കോവിഡ് കാലത്ത് ഭൂമി എന്ന ചിത്രം OTTയിൽ നേരിട്ടെത്തി കനത്ത ട്രോളുകൾ ഏറ്റുവാങ്ങി. 2024 സൈറൻ തിയേറ്ററിൽ ഒരാഴ്ച പോലും തികച്ചില്ല. തുടർച്ചയായ പരാജയങ്ങൾ രവിയുടെ മാർക്കറ്റിനെയും ബാധിച്ചു. അതിനുശേഷമാണ് ചരിത്രം കുറിച്ച പൊന്നിയിൻ സെൽവൻ 1 and 2 ഇറങ്ങുന്നത്. മണിരത്നത്തിന്റെ ഈ ഇതിഹാസ ചിത്രത്തിൽ പൊന്നിയിൻ സെൽവൻ എന്ന കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചതോടെ ജെയിൻ രവിയുടെ ഖ്യാതി പാൻ ഇന്ത്യൻ തലത്തിലേക്ക് ഉയർന്നു. 850 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത PS സീരീസിലെ രവിയുടെ കരിയറിലെ ഏറ്റവും വലിയ കൊമേഴ്സ്യൽ വിജയമാണ്. 2025 തുടക്കത്തിൽ ഇനി മുതൽ തന്നെ തന്റെ യഥാർത്ഥ പേരായ രവി മോഹൻ എന്ന് അഭിസംബോധന ചെയ്യണമെന്നും ജെയിൻ രവി എന്ന് വിളിക്കരുതെന്നും അദ്ദേഹം ആരാധകരോട് അഭ്യർത്ഥിച്ചിരുന്നു. സിനിമയിൽ വിജയങ്ങൾ കൊയ്യുന്ന ഈ നടൻ ജീവിതത്തിൽ പരാജയമാവുകയായിരുന്നു. വെള്ളിത്തിരയിൽ കത്തി നിൽക്കുന്ന സമയത്താണ് രവി മോഹൻ പ്രണയത്തിലാകുന്നത്. പ്രശസ്ത ടെലിവിഷൻ നിർമ്മാതാവ് സുജാത വിജയകുമാറിന്റെ മകളായ ആരതിയുമായി അദ്ദേഹത്തിന് അടുപ്പമുണ്ടായി.
2009 ജൂണിലായിരുന്നു ഇവരുടെ വിവാഹം. ആരവ്, അയാൻ എന്നിങ്ങനെ 2 ആൺമക്കളും ഈ ദമ്പതികൾക്കുണ്ട്. ഒരു കാലത്ത് തമിഴ് സിനിമയിലെ മാതൃകാ ദമ്പതികളായിട്ടാണ് ഇവർ ആഘോഷിക്കപ്പെട്ടിരുന്നത്. എന്നാൽ ഇതെല്ലാം പൊള്ളയായിരുന്നുവെന്നും മാധ്യമങ്ങളുണ്ടാക്കിയ ഫീച്ചറുകൾ മാത്രമാണെന്നും പിന്നീട് ലോകമറിഞ്ഞു. അത് രവിമോഹൻ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതൊരു ബ്ലാക്ക്മെയിൽ വിവാഹമാണെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അവർ ഞരമ്പ് മുറിച്ച് ആത്മഹത്യ ചെയ്യുമെന്ന് എന്നെ ഭയപ്പെടുത്തി. അവസാനം വിവാഹത്തിന് വഴങ്ങേണ്ടി വന്നു. ഇന്ന് അവൾ എന്നെയും ആത്മഹത്യയുടെ വക്കിലേക്ക് എത്തിച്ചുവെന്നാണ് രവിമോഹൻ വെളിപ്പെടുത്തുന്നത്. 2024 സെപ്റ്റംബറിലാണ് താൻ ആരതിയുമായി വേർപിരിയുകയാണെന്ന് രവിമോഹൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. എന്നാൽ ഈ തീരുമാനം താൻ അറിഞ്ഞിരുന്നില്ലെന്നും ഏകപക്ഷീയമായ തീരുമാനമാണെന്നും ആരോപിച്ച് ആരതി രംഗത്തെത്തി. ചെന്നൈയിലെ കുടുംബ കോടതിയിൽ ഇവരുടെ വിവാഹമോചന കേസ് നിലവിൽ നടന്നു വരികയാണ്. അതിനു മുന്നേ തന്നെ കോടികളാണ് രവിമോഹൻ ഭാര്യയ്ക്ക് കൊടുക്കേണ്ടി വന്നത്. അയാളെല്ലാം നഷ്ടപ്പെട്ട് പാപ്പരായ അവസ്ഥയിലാണ്. തൻ്റേതൊരു വിവാഹമായിരുന്നില്ല, ഒരുതരം പർച്ചേസ് ആയിരുന്നുവെന്നാണ് രവിമോഹൻ ഇപ്പോൾ പറയുന്നത്. കല്യാണം കഴിഞ്ഞ് 2 വർഷം പിന്നിട്ടപ്പോൾ തന്നെ എന്നെ കുടുംബത്തിൽ നിന്നകറ്റി അവരുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. വീട് പണിയൂ, അവിടെ ജോലിക്ക് പോകൂ, ഈ സിനിമയിൽ അഭിനയിക്കൂ എന്നെല്ലാം പറഞ്ഞ് ടോർച്ചറായിരുന്നു. ആര് കാശ് തന്നാലും വാങ്ങിക്കൊള്ളുവെന്ന് പറഞ്ഞിരുന്നു. സിനിമാ നിർമ്മാണവും അവർ തന്നെ. ഒരു പടം കഴിയും മുമ്പ് അടുത്തതിന് ഡേറ്റ് കൊടുക്കണം. അതുകൊണ്ട് തന്നെ മറ്റ് സിനിമകളിൽ അഭിനയിക്കാൻ കഴിയാതെ ഭാര്യ വീട്ടുകാരുടെ കമ്പനി ആർട്ടിസ്റ്റായി മാറിയെന്നായിരുന്നു രവി വാർത്താ സമ്മേളനത്തിൽ പൊട്ടിത്തെറിച്ചു പറഞ്ഞത്. ആ കുടുംബവുമായി ബന്ധം വേണ്ടെന്ന് അമ്മയും അപ്പനും ഒരുപാട് പറഞ്ഞതാണ്. ഇതിനോടകം എൻ്റെ പേരിൽ കേസും കടവും എല്ലാം ഉണ്ട്. സ്വന്തം പേരിൽ ഒരു അക്കൗണ്ട് പോലും എനിക്കില്ല. ഉള്ളത് ജോയിൻ്റ് അക്കൗണ്ടാണ്. 1 രൂപ വലിച്ചാൽ പോലും ഭാര്യയും വീട്ടുകാരും ചോദ്യം ചെയ്യും. ഞാൻ സമ്പാദിക്കുന്ന പണമല്ലേ, പറഞ്ഞറിയിക്കാൻ കഴിയാത്ത തരത്തിലുള്ള കാര്യങ്ങൾ ഞാൻ ആ വീട്ടിൽ അനുഭവിച്ചു. ഞാൻ ജീവനോടെ ഇരിക്കരുത് എന്നാണ് അവരുടെ ലക്ഷ്യം. രക്തം ഛർദ്ദിച്ചു തുടങ്ങി. അവർ എനിക്കെതിരെ ദുർമന്ത്രവാദം ചെയ്യുന്നുണ്ട്. അവർക്കൊപ്പം ഞാൻ ജീവിച്ചിരിക്കുന്ന സമയത്തും പ്രതികരിക്കാതിരിക്കാനായി അവരിത് ചെയ്തിരുന്നുവെന്നാണ് രവിമോഹൻ നിറകണ്ണുകളോടെ പറഞ്ഞത്. രവിമോഹനും ഭാര്യയുമായിട്ടുള്ള വേർപിരിയലിന് പിന്നിൽ ഗായികയും തെറാപ്പിസ്റ്റുമായ കെനീഷ ഫ്രാൻസിസ് ആണെന്ന് ആരോപണം ഉയർന്നിരുന്നു. എന്നാൽ ഇത് ശരിയല്ലെന്നും താൻ ഭാര്യ വീട്ടുകാരിൽ നിന്ന് കടുത്ത അപമാനങ്ങൾ നേരിട്ട് മനസ്സ് തകർന്നു നിൽക്കുമ്പോൾ ഒരു ആശ്വാസമായി എത്തിയതാണ് കെനീഷ എന്നും അദ്ദേഹം പറയുന്നു. കെനീഷ ആലപിച്ച ഇതേ യാർ സൊൽവറോ എന്ന തമിഴ് മ്യൂസിക് ആൽബത്തിന്റെ ലോഞ്ച് ചടങ്ങിൽ വെച്ചാണ് ഇരുവരും ആദ്യമായി കാണുന്നത്. ഈ പാട്ടിന്റെ റിലീസ് നിർവഹിച്ചത് രവിയായിരുന്നു. ദി സ്റ്റേജ് എന്ന പ്രശസ്തമായ ഇംഗ്ലീഷ് റിയാലിറ്റി ഷോയിലൂടെയാണ് കെനീഷ ശ്രദ്ധേയായത്. ലൈവ് പെർഫോമർ എന്ന നിലയിൽ അവർ ഏറെ പേരെടുത്തിട്ടുണ്ട്. നിരവധി തമിഴ് സിനിമകളിലെ ഗാനങ്ങളിലും കെനീഷയുടെ ശബ്ദം ഉൾപ്പെട്ടിട്ടുണ്ട്. തമിഴ്, ഇംഗ്ലീഷ്, ഹിന്ദി, തെലുങ്ക് ഭാഷകളിലായി നിരവധി കവർ സോങ്ങുകളും ലൈവ് ഷോകളും അവർ ചെയ്യാറുണ്ട്. ഗായികയ്ക്കൊപ്പം ഒരു തെറാപ്പിസ്റ്റ് കൂടിയാണ് അവർ. CBT എന്ന കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി ചെയ്യുന്നവരാണവർ. ചിന്തകളിലെയും പെരുമാറ്റത്തിലെയും വ്യതിയാനങ്ങൾ തിരിച്ചറിഞ്ഞ് മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനുള്ള മനഃശാസ്ത്രപരമായ ചികിത്സാ രീതിയാണത്. അതുപോലെ സ്പിരിച്വൽ ഹീലിംഗ് ആൻഡ് മെഡിറ്റേഷനും കെനീഷ നൽകുന്നുണ്ട്. റേഗി തെറാപ്പി, ഡിപ്രഷൻ, ട്രോമ തുടങ്ങിയ മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്കും കൗൺസിലിംഗും വൈകാരിക പിന്തുണയും അവർ നൽകി വരുന്നു. ആദ്യ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം 2024 ജൂൺ മാസത്തിലാണ് ജയൻ രവി കെനീഷയെ സമീപിക്കുന്നത്. തൻ്റെ ദാമ്പത്യ ജീവിതത്തിലെ കടുത്ത മാനസിക സമ്മർദ്ദങ്ങളും തകർച്ചയും മൂലം കൗൺസിലിങ്ങിനും വൈകാരിക പിന്തുണയ്ക്കുമായിട്ടാണ് അദ്ദേഹം കെനീഷയുടെ സഹായം തേടിയത്. ഈ പ്രൊഫഷണൽ ബന്ധമാണ് പിന്നീട് ശക്തമായ സൗഹൃദമായി മാറിയത്. പിന്നെ ഇരുവരും ഒരുമിച്ച് സ്റ്റേജ് ഷോകളിലും മറ്റും പ്രത്യക്ഷപ്പെട്ടതോടെ അഭ്യൂഹങ്ങൾ വർദ്ധിച്ചു. പക്ഷേ കെനീഷയുമായി തനിക്കുള്ളത് സൗഹൃദം മാത്രമാണെന്ന് ആണയിട്ട് പറയുകയാണ് രവിമോഹൻ. 23 വർഷം പേരിൽ ഒരു ബ്ലാക്ക് മാർക്ക് പോലും വീഴാതെയാണ് ഞാൻ ജീവിച്ചത്. 45 വയസ്സിൽ ഞാൻ സൗന്ദര്യത്തിന് പിന്നാലെ പായുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എൻ്റെ കഷ്ടകാലത്തൊപ്പം നിന്ന പെണ്ണാണ് കെനീഷ. എന്നെ മനസ്സിലാക്കിയ പെണ്ണാണ് അവൾ. ഞാൻ കാണാത്ത പെണ്ണുങ്ങളുണ്ടോ? എൻ്റെ ജോലി തന്നെ സുന്ദരികളായ നായികമാർക്കൊപ്പം അഭിനയിക്കുക എന്നതാണ്. ഇത്രയും കാലം ഞാൻ മുൻ ഭാര്യയ്ക്കൊപ്പം ജീവിച്ചിരുന്നതല്ലേ? അപ്പോൾ ഞാൻ ഏതെങ്കിലും സ്ത്രീയിൽ മയങ്ങി അവർക്ക് പിന്നാലെ പോയോ? ഇല്ലല്ലോ. ഏതെങ്കിലും ഒരു കാരണം എന്ന രീതിയിലാണ് കെനീഷയുടെ കാര്യം അവർ എടുത്തിട്ടത്. എല്ലാത്തിനും തെളിവുണ്ട്. അവരുടെ കുടുംബത്തിലുള്ളവർ തന്നെ അവർക്കെതിരെ വരും, നാളുകളിൽ സംസാരിക്കും. എനിക്ക് അവർ പിന്തുണ നൽകിയിട്ടുണ്ട്. മക്കളെ ഓർത്ത് മാത്രമാണ് മിണ്ടാതിരുന്നത്. ആ വീട്ടിൽ എന്തൊക്കെ നടന്നിട്ടുണ്ടെന്ന് നാട്ടുകാർക്കെല്ലാം അറിയാമെന്നും രവിമോഹൻ പറയുന്നു. സൈബർ ബുള്ളിംഗ് ശക്തമായതോടെ രവിയുമായിട്ടുള്ള സൗഹൃദം അവസാനിപ്പിക്കുകയാണെന്നായിരുന്നു കെനീഷ പോസ്റ്റ് ഇട്ടത്. രവിമോഹൻ്റെ ദാമ്പത്യം തകർക്കാൻ താനൊന്നും ചെയ്തിട്ടില്ലെന്നും ഒരു സുഹൃത്ത് എന്ന നിലയിൽ അദ്ദേഹത്തിന് മാനസിക പിന്തുണ നൽകുക മാത്രമാണ് ചെയ്തതെന്നും കെനീഷ വ്യക്തമാക്കി. അവർക്ക് നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുകയാണ് രവിമോഹൻ ചെയ്തത്. 14 വർഷത്തോളം ഉണ്ടായിരുന്നു ഞങ്ങളുടെ ദാമ്പത്യം. അപ്പോഴെല്ലാം എൻ്റെ മുൻ ഭാര്യ പറഞ്ഞത് ഞാൻ ദൈവമാണ്, വഴക്ക് പറയാറില്ല എന്നാണ്. ഇപ്പോൾ പേരിൽ 3 അക്ഷരമുള്ള ഇഡലി നടി. പേര് പറഞ്ഞാൽ കേസാകും എന്നതുകൊണ്ട് പേര് പറയുന്നില്ല. അവർ എൻ്റെ ജീവിതം തകർക്കാൻ ശ്രമിച്ചു. എന്ത് യോഗ്യതയുണ്ട് അവർക്കെന്നായിരുന്നു നടൻ രവിമോഹൻ തൻ്റെ വാർത്താ സമ്മേളനത്തിൽ പേരിൽ 3 അക്ഷരമുള്ള ഇഡലി നടി എന്ന് പരോക്ഷമായി പരാമർശിച്ച് രൂക്ഷമായി വിമർശിച്ചത് തമിഴ് സിനിമാ ലോകത്ത് വലിയ ചർച്ചയായത്. അത് നടി ഖുശ്ബു സുന്ദറിനെ ഉദ്ദേശിച്ചാണെന്നും വ്യക്തമാണ്. നേരത്തെ ഖുശ്ബുവിൻ്റെ പേരിൽ ആരാധകർ ഇഡലി ഉണ്ടാക്കിയതാണ് രവിമോഹൻ ഇവിടെയും സൂചിപ്പിച്ചത്. തൻ്റെയും മറ്റ് 3 നടന്മാരുടെയും ജീവിതം തകർക്കാൻ ഫെമിനിസത്തിൻ്റെ മറവിൽ ഖുശ്ബു ശ്രമിച്ചെന്നും ഭാര്യ ആരതിയുമായിട്ടുള്ള വേർപിരിയലിൽ അവർ ഇടപെട്ടുവെന്നും രവി ആരോപിക്കുന്നു. 3 നായകന്മാരുടെ ജീവിതം തകർക്കാൻ ശ്രമിച്ച ആ സ്ത്രീക്ക് എന്നെ വിമർശിക്കാൻ എന്ത് യോഗ്യതയുണ്ട്? അവരും എന്നെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്.
അവരുടെ ജനറേഷനിലുണ്ടായിരുന്ന 3 ഹീറോസ് എന്നോട് അവരെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവരുടെ കുടുംബം ഇല്ലാതാക്കാൻ ഈ നടി ശ്രമിച്ചിട്ടുണ്ട്. അവർ ആ നടിയെ വൃത്തികെട്ട ഭാഷയിലാണ് അഭിസംബോധന ചെയ്തത്. 3 പേരുടെ ജീവിതം തകർക്കാൻ ശ്രമിച്ച ആ സ്ത്രീയാണ് ഇപ്പോൾ എൻ്റെ ജീവിതത്തെ വിലയിരുത്തി സംസാരിക്കുന്നത്. എന്നാൽ മറ്റെന്തെങ്കിലും പ്രശ്നം വന്നാൽ ഉടൻ അവർ ഫെമിനിസ്റ്റ് ആകും. എന്തൊരു ഡ്രാമയാണ്! എൻ്റെ വ്യക്തി ജീവിതത്തെ തൊടാൻ വരേണ്ട, എൻ്റെ കൂടെ അഭിനയിക്കണമെങ്കിൽ അഭിനയിച്ചിട്ട് പോകണം. ഞാൻ നല്ല മനുഷ്യനല്ലെന്ന് പറയാൻ നിനക്കെന്ത് അർഹതയുണ്ട്? എല്ലാവരെയും നിങ്ങളാണോ പ്രസവിച്ചത്? ഇനി എന്നെക്കുറിച്ച് നിങ്ങൾ സംസാരിച്ചാൽ ബ്ലഡി. അതിരോഷത്തോടെയാണ് രവി മോഹൻ കുസുമിയുടെ പേര് പറയാതെ ഇത്തരത്തിൽ പ്രതികരിച്ചത്. ഈ ആരോപണങ്ങൾക്ക് DNA തെളിയിക്കാൻ പാടുപെടുന്നവർ എന്ന പരിഹാസത്തോടെയാണ് ഖുശ്ബു പ്രതികരിച്ചത്. വിഷയത്തിൽ തുടക്കം മുതലേ ആരതിയെ പിന്തുണച്ച ആളാണ് നടി ഖുശ്ബു സുന്ദർ. ഏറ്റവും ഒടുവിൽ ആരതി പങ്കുവച്ച പോസ്റ്റിന് താഴെയും ഒരമ്മയോട് ഒരിക്കലും കളിക്കാൻ നിൽക്കരുതെന്ന് പറഞ്ഞാണ് ഖുശ്ബു എത്തിയത്. എന്നാൽ ഖുശ്ബുവിനെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനം ഉയരുന്നുണ്ട്. നടി തൃഷയുടെ അടുത്ത സുഹൃത്തായ ഖുശ്ബു സുന്ദർ വിജയ് വിഷയത്തിൽ നടിയെ പിന്തുണയ്ക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം ആരതി വിഷയത്തിൽ രവി മോഹനെ പഴി പറയുകയും ചെയ്യുന്നു. ഇതെന്ത് നീതി എന്നാണ് സോഷ്യൽ മീഡിയയുടെ ചോദ്യം. ആരതിക്ക് ഒരു ന്യായവും തൃഷയ്ക്ക് മറ്റൊരു ന്യായവും, സംഗീത സ്വർണ്ണലിംഗവും 2 മക്കളുടെ അമ്മയല്ലേ എന്നാണ് പലരും ചോദിക്കുന്നത്. രവി മോഹനുമായിട്ടുള്ള സൗഹൃദം വേർപെടുത്തിയെന്ന് പറഞ്ഞ് കെനീഷയുടെ പോസ്റ്റിന് മിനിറ്റുകൾക്കകം ആരതിയും തിരിച്ചടിച്ചിട്ടുണ്ട്. ഉറങ്ങിക്കിടന്ന സിംഹത്തെ ഉണർത്താൻ ശ്രമിക്കരുത്. ഇനി അവൾ ഒരു പെൺസിംഹമാണെങ്കിൽ നിങ്ങളെ രക്ഷിക്കാൻ ഒരു ദൈവം തന്നെ വരേണ്ടി വരും. എൻ്റെ മാന്യമായ നിശബ്ദതയെ ഒരിക്കലും ബലഹീനതയായി കാണുകയോ അത് ചൂഷണം ചെയ്യാൻ നോക്കുകയോ ചെയ്യരുത്. എൻ്റെ മക്കളെയും എൻ്റെ അന്തസ്സിനെ സംരക്ഷിക്കാൻ ആവശ്യമായി വന്നാൽ ഞാൻ എൻ്റെ സുരക്ഷിത വലയത്തിൽ നിന്ന് പുറത്തു കടന്ന് സത്യവുമായി ഈ ലോകത്തെ നേരിടും. കാരണം സത്യം എപ്പോഴും വിജയിക്കുക തന്നെ ചെയ്യും. ഇങ്ങനെയാണ് ആരതി ആദ്യം കുറിച്ചത്. കുറിപ്പിന് ആദ്യം കമൻറ്റുമായി എത്തിയത് ഖുശ്ബു ആയിരുന്നു. ഒരമ്മയോട് ഏറ്റുമുട്ടാൻ നിൽക്കരുത്. അവൾ അവളുടെ കുഞ്ഞുങ്ങളോടൊപ്പമുള്ള ഒരു പെൺസിംഹമാണ്. എൻ്റെ കുഞ്ഞ് നിനക്ക് കൂടുതൽ ശക്തി ഉണ്ടാവട്ടെ എന്നാണ് ഖുശ്ബു കുറിച്ചത്. ആരതിയുടെ അമ്മ സുജാത വിജയകുമാർ മാധ്യമങ്ങൾക്ക് നൽകിയ ഔദ്യോഗിക വിശദീകരണം അനുസരിച്ച് ജയൻ രവിയെ കേന്ദ്ര കഥാപാത്രമാക്കി അവർ 3 വലിയ ചിത്രങ്ങൾ നിർമ്മിച്ചിരുന്നു. അടങ്ങമാറു, ഭൂമി, സൈറൺ എന്നിവയായിരുന്നു ആ ചിത്രങ്ങൾ. ഈ സിനിമയുടെ നിർമ്മാണത്തിനായി മാത്രം വിവിധ ഫിനാൻസിയർമാരിൽ നിന്ന് 100 കോടിയോളം രൂപ കടം വാങ്ങേണ്ടി വന്നതായി സുജാത വ്യക്തമാക്കി. ഈ 3 ചിത്രങ്ങളിൽ ആദ്യത്തേതായ അടങ്ങമാറു ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായിരുന്നുവെന്ന് സുജാത ആരോപിക്കുന്നു. സാമ്പത്തികമായി വലിയ നഷ്ടം നേരിട്ടിട്ടും തനിക്കായി കൂടുതൽ സിനിമകൾ നിർമ്മിക്കണമെന്ന് ജയൻ രവി നിർബന്ധിച്ചതുകൊണ്ടാണ് താൻ വീണ്ടും കടം വാങ്ങി ഭൂമി, സൈറൺ എന്നീ ചിത്രങ്ങൾ നിർമ്മിക്കാൻ തയ്യാറായതെന്നും അവർ പറയുന്നു. ഈ സിനിമകൾക്കായി ചെലവഴിച്ച തുകയുടെ 25% ഭാഗം ജയൻ രവിയുടെ പ്രതിഫലമായും അതിൻ്റെ നികുതി ഇനത്തിലുമാണ് പോയതെന്ന് സുജാത വിജയകുമാർ വെളിപ്പെടുത്തി. അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ നിന്ന് അദ്ദേഹം സാമ്പത്തികമായി ചൂഷണം ചെയ്യപ്പെട്ടു എന്ന ആരോപണം തെറ്റാണെന്നും തങ്ങളുടെ പക്കൽ ഇതിനെല്ലാം വ്യക്തമായ ബാങ്ക് രേഖകളുണ്ടെന്നും അവർ പറയുന്നു. സൈറൺ എന്ന ചിത്രത്തിന്റെ റിലീസ് സമയത്തുണ്ടായ സാമ്പത്തിക ബാധ്യതകൾക്ക് പരിഹാരമായി സുജാതയുടെ അടുത്ത ചിത്രത്തിൽ അഭിനയിച്ച് ഈ നഷ്ടം നികത്താമെന്ന് കാണിച്ച് ജയൻ രവി ഒപ്പിട്ട ഒരു കത്ത് നൽകിയിരുന്നു. എന്നാൽ ഈ കോടികളുടെ കടബാധ്യത തിരിച്ചടയ്ക്കാനുള്ള യാതൊരു ഉത്തരവാദിത്വവും അദ്ദേഹം ഏറ്റെടുത്തിരുന്നില്ല എന്നും അവർ ആരോപിക്കുന്നു. അതേസമയം രവിയുടെ അടുത്ത വൃത്തങ്ങളും അദ്ദേഹവും ഈ ആരോപണങ്ങളെ ശക്തമായി നിഷേധിക്കുകയാണ്. ഈ സിനിമകൾ ബോക്സ് ഓഫീസിൽ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചിട്ട് നഷ്ടമാണെന്ന് വരുത്തി തീർക്കുകയായിരുന്നുവെന്നാണ് അവരുടെ വാദം. കൂടാതെ തൻ്റെ സമ്പാദ്യങ്ങളെല്ലാം ആരതിയുടെയും അമ്മയുടെയും കൺട്രോളിലായിരുന്നുവെന്നും സ്വന്തമായി ഒരു ബാങ്ക് അക്കൗണ്ട് പോലും ഉപയോഗിക്കാൻ തനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ലെന്നും അദ്ദേഹം പറയുന്നു. ഈ സാമ്പത്തിക തർക്കങ്ങളും ഇപ്പോൾ ഫാമിലി കോടതിയുടെ പരിഗണനയിലാണ്. പക്ഷേ ഇതിൽ നിഷ്പക്ഷരായ സിനിമാ പ്രവർത്തകർ ജയൻ രവിയുടെ ഭാഗത്താണ്. സാമ്പത്തിക തട്ടിപ്പുകളൊന്നും നടത്താൻ കഴിയാത്ത ഒരു പാവമാണ് അദ്ദേഹമെന്നാണ് അവർ പറയുന്നത്.